ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പവർ ക്യാപ്സ്യൂളിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും മിസ്സാക്കരുത്. കാണാത്തവരാണെങ്കിൽ ഇന്നത്തെ ഈ ക്ലാസ് കണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയാൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും തീർച്ചയായും മിസ്സാക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവും. ഓരോ ക്ലാസ്സുകളും കണ്ടു തീർക്കുക. പിന്നെ പ്ലേലിസ്റ്റുകൾ പോയി ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് പവർ ക്യാപ്സ്യൂൾ എന്നൊരു പ്ലേലിസ്റ്റ് അവിടെ കാണും. അതിൽ പോയ ഓരോ ക്ലാസ്സുകളും ഓർഡറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്ലേലിസ്റ്റുകളും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഓരോ ക്ലാസ്സുകളും നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. പിന്നെ ഇത് പഠിക്കുന്നത് മാത്രമല്ല, അതായത് നമ്മൾ ഓരോ കാര്യങ്ങളും ക്ലാസ്സിൽ നിന്ന് തന്നെ അത്രയും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ അത്രയും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്തിട്ടായാലും അതുപോലെ തന്നെ കോഡുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കണക്ഷനുകൾ പറഞ്ഞു തന്നും എങ്ങനെയെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചു വിടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യണം. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ റിവിഷൻ ചെയ്യണം. ഇത് പഠിച്ചു പോയാൽ മാത്രം പോരാ, ഈ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്ത് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവണം. അപ്പം നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകുക. പിന്നെ നമ്മുടെ പവർ ക്യാപ്സ്യൂൾ ഇത്രയും യൂസ്ഫുൾ ആവുന്നുണ്ട് ഈ അടുത്താണ്. നമ്മൾ മറ്റു പല വീഡിയോസ് ഇടുമ്പോഴാണ് നിങ്ങൾക്ക് പവർ ക്യാപ്സ്യൂൾ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് അറിയുന്നത്. മറ്റു പല വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ താഴെ കമൻറ്റ് വരുന്നുണ്ട്, സാറേ പവർ ക്യാപ്സ്യൂൾ കണ്ടിന്യൂ ചെയ്യണേ, പവർ ക്യാപ്സ്യൂളിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവലാണ് നമ്മുടെ ആവശ്യം. അതായത് ഓരോ ടൈപ്പ് കണ്ടന്റുകൾ കൊണ്ടുവരുന്നതും ഓരോ വ്യത്യസ്തമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതും അതൊക്കെ നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് യൂസ്ഫുൾ ആയി നിങ്ങൾക്കിത് റാങ്ക് നേടാൻ അത്രയും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ രീതിയിലുള്ള കണ്ടന്റുകൾ നമ്മൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. അത് PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ടും മുമ്പ് കഴിഞ്ഞു പോയ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടും അങ്ങനെ പല രീതിയിലും അത് ഓരോ എക്സാം എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടത് എടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അതൊന്ന് പെട്ടെന്ന് യൂസ്ഫുൾ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോ സംഭവങ്ങളും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ടും നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ കമൻറ്റുകൾ കാണുന്നുണ്ട്. പിന്നെ പലരും ഇതിൽ കമൻറ്റ് ഇടാത്ത ആളുകൾ ഉണ്ടാവും. നിങ്ങൾ കമൻറ്റ് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. കാരണം നമുക്ക് അതായത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ആ ഒറ്റൊരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ കൂടെ ആരെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അവരെ സഹായിച്ചാൽ നിങ്ങൾക്കും അതിനനുസരിച്ചുള്ള സഹായങ്ങൾ കിട്ടും. അതായത് നിങ്ങൾക്കും അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അപ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലും പഠിക്കണം, അവരും നന്നായി പഠിച്ചോട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോഴും എത്താത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ പവർ ക്യാപ്സ്യൂൾ ആയാലും SCRT സീരീസ് ആയാലും അതുപോലെ തന്നെ PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആയാലും പലതും എത്താത്ത ഒരുപാട് ആളുകളുണ്ട്. പലതിലും വരുന്നൊരു കമൻറ്റാണ്, ഈ ചാനൽ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്തുകൊണ്ട് ഞാൻ ഈ ചാനൽ മുമ്പ് കണ്ടില്ല എന്നൊക്കെ ചോദിച്ചു പല മെസ്സേജുകളും പല കമൻറ്റുകളും വരാറുണ്ട്. അപ്പോൾ ഇതൊന്നും പലരിലേക്കും എത്തുന്നില്ല. അപ്പോൾ എത്താൻ നിങ്ങൾ കൂടെ ഹെൽപ്പ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പലരിലേക്കും എത്തിക്കാൻ പറ്റും. പെട്ടെന്ന് കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് കൂടുതൽ റെസ്പോൺസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാൻ എനിക്കും അതൊരു എനർജിയാണ്. ഓക്കെ, ഞാൻ എന്തായാലും ക്ലാസ്സുകൾ ചെയ്യും, ക്ലാസ്സുകൾ എന്തായാലും നിർത്തില്ല. ആ കാര്യത്തിലൊന്നും ടെൻഷൻ വേണ്ട. സാറേ ക്ലാസ് കണ്ടിന്യൂ ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ച് കമൻറ്റുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും എക്സാം വരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തന്നുകൊണ്ടേ ഇരിക്കും. ഇനി അതിൻ്റെ ആ സമയമാകുമ്പോഴേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ, കഴിയില്ല അത്രയും നമ്മൾ ഉള്ളിൽ പോയി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അങ്ങനെ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കായിട്ട് വേറെയും സംഭവങ്ങൾ ഞാൻ എന്തായാലും എത്തിച്ചേരും. അപ്പം നിർത്തി പോകുന്നില്ല. അങ്ങനെ ടെൻഷൻ ആവുമൊന്നും വേണ്ട. കൂടെ ഞാൻ എന്തായാലും ഉണ്ടാവും. എക്സാം വരെ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ച് എത്തിച്ചു തരും. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം. അതായത് നിങ്ങളുടെ കൂടെ, അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഈ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കേൾക്കുക, പഠിക്കുക എന്നുള്ളത് മാത്രമല്ലാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നും, റിവിഷൻ ചെയ്യാന്ന്. കാരണം നിങ്ങൾ എക്സാമിൻ്റെ ആ സമയത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് മൈൻഡ് നെഗറ്റീവ് ആവും. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അത്രയും തെറ്റിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആവും. പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കി മാത്രം പോവുക. നല്ല പോസിറ്റീവ് എനർജിയോടുകൂടെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ സങ്കടം വരും. പലരും അനുഭവിച്ച കാര്യങ്ങളാണ്. നിങ്ങൾ ആരും അങ്ങനെ അനുഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്ന രീതിയിലായി പോയിട്ട് ആയാൽ പോലും എല്ലാ ക്ലാസ്സിലും ഞാനത് പിന്നെയും പറയുന്നത് നിങ്ങൾക്ക് അത്രയും അതൊരു ഗുണമാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്കത് ദോഷം ചെയ്യരുത്. ആ സമയത്ത് നിങ്ങൾ സങ്കടപ്പെടരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടാവരുത്, നെഗറ്റീവ് മാർക്ക് പോകരുത് എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പിന്നെയും പറഞ്ഞു തരുന്നത്. അപ്പോൾ റിവിഷനിൽ ആർക്കെങ്കിലും മടി ഉണ്ടെങ്കിൽ മടി മാറ്റി വെക്കുക. ഞാൻ എന്നിട്ട് മടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് റിവിഷൻ ടിപ്സും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ
റിവിഷന് വേണ്ടി ബുക്ക് എടുത്തിട്ട് അതിങ്ങനെ നോക്കി വായിച്ചുകൊണ്ടിരിക്കേണ്ട. നിങ്ങൾ മനസ്സിൽ റിവിഷൻ ചെയ്യുക. എന്തൊക്കെ പഠിച്ചു എന്ന് മാത്രം നോക്കുക. പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ റിവിഷൻ ചെയ്യുക. കിട്ടാത്ത ഭാഗങ്ങൾ, അതായത് മനസ്സിൽ റിവിഷൻ ചെയ്ത് നിങ്ങൾ കണക്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തൊരു ഭാഗം വരും. ആ ഭാഗത്തെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ആ ഭാഗം എന്താണെന്ന് പിന്നെ പഠിക്കുക. അത് നല്ലൊരു മെത്തേഡാണ്. പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാനും പിന്നെ കിട്ടാത്ത കാര്യങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി പിന്നെയും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനൊക്കെ അത് നല്ല രീതിയിൽ നിങ്ങളെ സഹായിക്കും. അപ്പം നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. തീർച്ചയായിട്ടും നിങ്ങൾ റാങ്ക് വാങ്ങണം. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പലതും മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോകരുത്. പലർക്കും പല സമയത്തും മടി വരുന്നതിന് കാരണം അതാണ്. ഇത് തുടങ്ങാൻ ഞാൻ PSCയിലേക്ക് ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. ഈ കാരണം മറന്നു പോവാണ്. ഞാൻ എന്തൊക്കെയോ നേടണം, ആരുടെയൊക്കെയോ മുഖത്ത് എനിക്ക് സന്തോഷം കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ സന്തോഷങ്ങളെക്കുറിച്ച് നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഈ അപ്പോയിൻമെന്റ് ലെറ്റർ കയ്യിൽ കിട്ടുന്ന ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് മടി വരിക. അതെല്ലാ പ്രാവശ്യം എല്ലാ ദിവസവും രാവിലെ എണീച്ച് ഒരു 10 മിനിറ്റ്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഇതിനെപ്പറ്റി ചിന്തിക്ക്. ഓക്കെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ലക്ഷ്യം എന്നതിനെ പറ്റി ചിന്തിക്കുക. ഇത് അതായത് മൈൻഡ് ഡിസ്റ്റർബ് ആവുന്നത് പോലെ മൈൻഡൊരു എന്തൊക്കെ എനിക്ക് ചെയ്യാണ്ട്, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്ത് തീർക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നത് പോലെ അല്ലാതെ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ആലോചിച്ച് നിങ്ങൾ അത്രയും പോസിറ്റീവായിട്ട് അതിലേക്ക് എൻഗേജ് ആവും. ഓക്കെ, അപ്പം നല്ല രീതിയിൽ പഠിക്കുക. അധികമൊന്നും പറയുന്നില്ല. നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. മറക്കരുത്, ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അധികം ഒന്നും പറയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ VFAയുടെ ബാച്ച് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് നോക്കാനുള്ളത്. ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 19 നമ്മുടെ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? 14, 19, 21 അങ്ങനെ 3 ആർട്ടിക്കിളുകളാണ് അല്ലെ. 3ആണല്ലോ ത്രികോണം എന്നുള്ളത് വരിക. അപ്പൊ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്ന അറിയപ്പെടുന്ന ആർട്ടിക്കിളുകളാണ് 14, 19, 21. അതിൽ 19 കുറിച്ചാണ്, മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 19 അതിൽ എ എന്താണ്? എ അഭിപ്രായ സ്വാതന്ത്ര്യം. എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ആദ്യം അഭിപ്രായ സ്വാതന്ത്ര്യം. ഇതിൽ ഓരോന്നും ഓർഡറിൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു കഥ പോലെ പഠിക്കാം. അത് ഞാൻ ഓരോന്നും പറഞ്ഞുതരാം. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം അല്ലെ. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. പിന്നെ ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം, കച്ചവടം എന്നിവ ആരംഭിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെ. ആദ്യം അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ആദ്യം നമ്മൾ പഠിച്ചത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു സ്ഥലത്ത് നിന്നിട്ട് ഞാൻ പെട്ടെന്ന് ഉറക്കെ ഒരു അഭിപ്രായം പറയുകയാണ്. ഈ അഭിപ്രായം ഒരുപാട് ആളുകൾക്ക്, അതായത് അവിടെ ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു, ഇവർക്കൊക്കെ ഈ അഭിപ്രായം എന്തായി? ഈ അഭിപ്രായം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം അവരും പറയണം എന്ന് ആഗ്രഹിച്ച ഒരു അഭിപ്രായമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഒത്തുചേർന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, അപ്പൊ ആദ്യം അഭിപ്രായം കേട്ട് ആയുധങ്ങളില്ലാതെ, ആയുധങ്ങളൊന്നും വെച്ചിട്ടുള്ള ഒരു പരിപാടിയല്ല, ആയുധങ്ങളൊന്നും ഇല്ലാതെ സമാധാനപരമായി എല്ലാവരും ഒത്തുചേർന്നിട്ട് എല്ലാവരുടെയും, അതായത് എല്ലാവരും ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒരുപോലെയാണെന്ന് എല്ലാവരും ഒത്തുചേർന്നപ്പോൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇവർക്കായിട്ട് ഒരു സംഘടന രൂപീകരിക്കുകയാണ്. ഓക്കെ, ഒരു സംഘടന രൂപീകരിച്ചു. അങ്ങനെ സംഘടന രൂപീകരിച്ച് ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് ഇവിടെ അല്ല, മറ്റൊരു സ്ഥലത്ത് പോയിട്ടാണ് ഇതൊക്കെ, അതായത് മറ്റൊരു സ്ഥലത്തിനെ കുറിച്ചാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മറ്റൊരു സ്ഥലത്തേക്ക്, വേറൊരു സ്ഥലത്തേക്ക് ഇവർ പോവാണ്. സമാധാനപരമായി വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയാണ്. ഓക്കെ, മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയാണ്, വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. സഞ്ചാര സ്വാതന്ത്ര്യം. എന്നിട്ട് അവിടെ പോയിട്ട് ഇവർക്ക് കുറച്ച് ദിവസം അവിടെ നിൽക്കണം, കുറച്ച് ദിവസം അല്ല കുറച്ച് കാലം നിൽക്കണം എന്ന് ആലോചിക്കുക. അപ്പൊ എന്താണ്? അവിടെ പോയിട്ട് അവിടെ താമസിക്കണം. അപ്പൊ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് താമസിക്കാം. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. പിന്നെ താമസിച്ചാൽ മാത്രം പോരല്ലോ, പരിപാടികൾ നടന്നുകൊണ്ടേ, സാധനം വേണ്ടേ? ഓക്കെ, അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ പോയി ജോലി ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളൊന്ന് ഓർഡറിൽ പറഞ്ഞു നോക്കൂ. ആദ്യം ഞാനൊരു അഭിപ്രായം പറയുകയാണ്. ഈ അഭിപ്രായം കേട്ടപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ കൂടി. എന്റെ അഭിപ്രായം കേട്ട് വേറൊരു സ്ഥലത്തിനെ കുറിച്ചാണ് പറയുന്നത് ആലോചിക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു സ്ഥലം, അത് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിച്ചോ, എവിടെയെങ്കിലും ഇന്ത്യയിൽ എവിടെയോ ഉള്ളൊരു സ്ഥലത്തിനെ പറ്റി നിങ്ങൾ പറയാണ്, ഒരു അഭിപ്രായം പറയാണ്. ഓക്കെ,
അപ്പോൾ ഈ അഭിപ്രായം കേട്ട് എല്ലാവരും അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അവിടെ എന്തായി? ആള് കൂടി. ഓക്കെ, അപ്പൊ അതെന്തുള്ളതാണ്? സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, സംഘടിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. എല്ലാവരും സംഘടിക്കാണ്. സംഘടിച്ച് ഇവർ എന്ത് ചെയ്യാണ്? ഇവരുടെ എല്ലാവരുടെയും ഒന്നാണ് ഇങ്ങനെ മനസ്സിലായപ്പോൾ ഇവരൊരു സംഘടന രൂപീകരിക്കുകയാണ്. അപ്പൊ ആദ്യം അഭിപ്രായം പറഞ്ഞു, ഈ അഭിപ്രായം കേട്ടവർ സംഘടിച്ച് സംഘടന രൂപീകരിച്ചു. ഈ സംഘടനയിലുള്ള എല്ലാവരും ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി അവിടെ താമസിച്ച് അവിടെ ജോലി ചെയ്തു. ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഒരു വട്ടം കൂടെ, ആദ്യം ഒരു അഭിപ്രായം പറഞ്ഞു, അല്ലെങ്കിൽ എല്ലാവരും അഭിപ്രായം പറഞ്ഞു. അതെങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തോ, ഒരു അഭിപ്രായം കേട്ട് എല്ലാവരും ഒത്തുചേർന്നു. ഓക്കെ, ഒത്തുചേരുന്നതിനുള്ള അല്ലെങ്കിൽ സംഘടിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. സംഘടിച്ച് ഇവരെന്ത് ചെയ്യാണ്? ഈ ആൾക്കാരെ വെച്ചിട്ട് ഒരു സംഘടന രൂപീകരിക്കണം. അപ്പൊ സംഘടന രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഈ സംഘടന രൂപീകരിച്ച് ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോവാണ്. ഓക്കെ, സംഘടന രൂപീകരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പൊ സഞ്ചാര സ്വാതന്ത്ര്യം. സഞ്ചരിച്ച് അവിടെ പോയി താമസിക്കുകയാണ്. ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. പിന്നെ ഇഷ്ടമുള്ള ജോലി, പലരും പല രീതിയിലുള്ള ജോലി, പലർക്കും പല കഴിവാണ് ഉണ്ടാവുക. അപ്പൊ പലരും പല ജോലി ചെയ്തിട്ട് അവിടെ ജീവിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി എന്റെ കൂടെ എന്ന് പറയോ. ആദ്യം ഏതാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം. 19 എ എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യം. ബി എന്താണ്? സമാധാനപരമായി സംഘടിക്കുന്നില്ല, ആയുധങ്ങളില്ലാതെ. സ്റ്റേറ്റ്മെന്റ് വരും കേട്ടോ. കത്തിയും മടാളും എടുത്തിട്ട് കയറാന്ന് പറഞ്ഞത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ശ്രദ്ധിച്ചു വായിക്കണേ. കത്തിയും കോടാലി എടുത്തിട്ട് സംഘടിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പറഞ്ഞാൽ കത്തിയും കോടാലിയും വായിക്കാതെ പോയിട്ട് സംഘടിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ശരിയാണെന്ന് പറഞ്ഞിട്ട് പോയി കർപ്പിച്ചിട്ട് വരരുത്, തെറ്റും. ഓക്കെ, എപ്പോഴും പറയുന്നത് പോലെ എല്ലാ ഓപ്ഷനും ഒന്ന് നേരെ വായിച്ചു നോക്കുക. സ്റ്റേറ്റ്മെന്റ് ഒക്കെ നേരെ വായിച്ചു നോക്കുക. ചെറിയൊരു സാധനം അവിടെ നിങ്ങൾ തിരിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആയുധങ്ങൾ ഇല്ലാതെ സമാധാനപരമായിട്ട് ആരും കോടാലി പിടിച്ചിട്ട് ചെല്ലൂല അങ്ങോട്ട്. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി ആലോചിക്കുക. അങ്ങനെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് വല്ല പിച്ചാത്തിന്നോ മറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആലോചിച്ചോ, ഗുണ്ടേണവൻ. അപ്പൊ അതൊന്നും നമുക്ക് പറ്റൂല. ഓക്കെ, അപ്പൊ ആയുധങ്ങളില്ലാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ ആദ്യം എന്ത് പറഞ്ഞു? നമ്മൾ അഭിപ്രായം പറഞ്ഞു, എല്ലാവരും ഒന്ന് സംഘടിച്ചു. ഇല്ല, ഈ അഭിപ്രായത്തിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാൻ എല്ലാവരും ഒന്ന് സംഘടിച്ചു. അങ്ങനെ ഇവർ എന്ത് ചെയ്യാണ്? ഒരു സംഘടന രൂപീകരിക്കുകയാണ്. ഓക്കെ, സംഘടന രൂപീകരിച്ച് സി ആണ് സംഘടന. ഡി എന്താണ്? ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് പോവാണ്, വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയാണ്, അവിടെ പോയി ഇവർ താമസിക്കുകയാണ്. ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. താമസിച്ച് എന്ത് ചെയ്യാണ്? പലരും പല ജോലികൾ. അപ്പൊ ഇഷ്ടമുള്ള ജോലി. ഓക്കെ, അല്ലാതെ ഇന്ത്യ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ തരികയാണ്, ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ജോലി മാത്രം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തെറ്റാണ്. അപ്പൊ എങ്ങനെ നിങ്ങളെ തിരിപ്പിക്കുന്ന ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇതിൽ ആദ്യം അഭിപ്രായ സ്വാതന്ത്ര്യം. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക്. അപ്പൊ അഭിപ്രായ സ്വാതന്ത്ര്യം, ആയുധങ്ങൾ ഇല്ലാതെ സമാധാനപരമായി സംഘടിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ അവിടെ നിങ്ങളെ തിരിപ്പിക്കാൻ എന്ത് തരും? വല്ല കോടാലിയോ പിച്ചാത്തിയോ കത്തിയോ അല്ലെങ്കിൽ തോക്ക് എന്തെങ്കിലും എടുത്തിട്ട് സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നത് തെറ്റാണ്. മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നിങ്ങളെ തിരിപ്പിക്കുന്നത് ഇവിടെ എന്താണെന്ന് കൂടെ മനസ്സിലാക്കുക കേട്ടോ. സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. എവിടെ വേണമെങ്കിലും താമസിക്കാം. ഓക്കെ, ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് പറയുന്ന ജോലി മാത്രം ചെയ്യുക, അങ്ങനെ ഒന്നും എവിടെയും കൊടുത്തിട്ടില്ല. ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം, കച്ചവടം എന്നിവ ആരംഭിക്കുന്നതിനും ഉള്ള സ്വാതന്ത്ര്യം. അപ്പൊ ഇത് കിട്ടിയല്ലോ. മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയെന്ന് കിട്ടിയല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത നോക്കാം. സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പുകൾ അല്ലെ, ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? 14, 19, 21. 14, 19, 21 എന്നീ വകുപ്പുകളാണ് എന്ത്? ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത്. അപ്പൊ മൗലിക സ്വാതന്ത്ര്യങ്ങൾ സെറ്റായി. ഇത്രയേ ഉള്ളൂ മൗലിക സ്വാതന്ത്ര്യങ്ങൾ. അതാണ് ക്ലിയർ ആയല്ലോ. ആദ്യം എന്ത് ചെയ്യണം? ഒരു അഭിപ്രായം അങ്ങോട്ട് പറയാണ്. ഈ അഭിപ്രായം കേട്ടിട്ട് ആളുകളൊക്കെ നമ്മുടെ കൂടെ ഒത്തുചേരുകയാണ്, അവിടെ സംഘടിക്കുന്നു, സംഘടന രൂപീകരിക്കുന്നു, യാത്ര ചെയ്ത് വേറെ സ്ഥലത്ത് പോയി അവിടെ താമസിച്ച് ജോലി ചെയ്യുന്നു. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഈ കഥ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ എന്തെങ്കിലും ഒരു അഭിപ്രായം കേട്ടിട്ടല്ല, ഇവർ പറയാണ് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നതിനെ പറ്റി ഒരു അഭിപ്രായം ഒരാൾ പറയാണ്. മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കാം, നമുക്ക് ഇവിടുന്ന് സ്ഥലം മാറി പോവാന്നൊക്കെ പറയാണ്. അപ്പൊ അതിനെ പറ്റി ആലോചിക്കുക. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ഇവിടെ നിന്നാൽ ശരിയാവില്ല, നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഓക്കെ, ഏതെങ്കിലും സ്ഥലം എടുത്തു. ഇനിയിപ്പോൾ ആ സ്ഥലത്തിനെ പറ്റി പറഞ്ഞാൽ ആ സ്ഥലത്തിനെ പറ്റി ഞാൻ നെഗറ്റീവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരിക്കും കമന്റ് വരിക. ഏതെങ്കിലും സ്ഥലം എടുത്തോ, ഏതെങ്കിലും സ്ഥലം നിങ്ങൾ മനസ്സിൽ കണ്ടോ, ആ സ്ഥലത്തുള്ള ആളുകൾ പറയണം നമുക്ക് ഇവിടെ അല്ല, മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറി പോവാം, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മെച്ചമുള്ള ഒരു ജീവിതം ഉണ്ടാവും. അങ്ങനെ ഒരാൾ പറഞ്ഞതും അതൊരു അഭിപ്രായമാണ്. ഈ അഭിപ്രായം കേട്ട് ഇതിനോട് ചായ്വുള്ള ആളുകൾ എന്ത് ചെയ്യാണ്? സംഘടിച്ച് ഇവിടെ ഒരു സംഘടന രൂപീകരിക്കണം, ഒരു ടീമാവാണ്, ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം രൂപീകരിക്കുകയാണ്.
പ്രസ്ഥാനം രൂപീകരിച്ച് ഇവർ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര പോവാണ്. അവിടെ പോയി താമസിക്കാനുള്ള സൗകര്യം കണ്ടെത്തി അവിടെ താമസിക്കുകയാണ്. എന്നിട്ട് അവിടെ ജീവിക്കണമെങ്കിൽ ജോലി വേണ്ടേ, അങ്ങനെ അവിടെ ജോലി ചെയ്യാണ്. ഈ കഥ ജസ്റ്റ് ഒന്ന് മനസ്സിലുണ്ടായാൽ മതി. അത് ഏത് രീതിയിലാന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തോ. ഇത്ര ഉള്ളു കാര്യം. അഭിപ്രായം പറയുക, ഈ അഭിപ്രായം കേട്ട് സംഘടിക്കുക, സംഘടന രൂപീകരിക്കുക, യാത്ര ചെയ്യുക, യാത്ര ചെയ്ത് പിന്നെന്ത് പറഞ്ഞു, യാത്ര ചെയ്ത് പോയി താമസിക്കുക, യാത്ര ചെയ്ത് എവിടെയാണ് എത്തുന്നത് അവിടെ പോയി താമസിക്കുക. ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, പിന്നെ അത് കഴിഞ്ഞ് തൊഴിൽ അല്ലെങ്കിൽ ജോലി, ഓക്കെ, ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇതുവരെ ക്ലിയർ ആണല്ലോ. പിന്നെ സുവർണ ത്രികോണം പഠിച്ചു വെച്ചോ. 14, 19, 21. ഇതാണ് ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ. പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളൊക്കെ ഞാൻ ഒരു ക്ലാസ് ആയിട്ട് വരാം കേട്ടോ. അത് മാത്രം ഒരു ക്ലാസ് നമുക്ക് ചെയ്യാം. ഒറ്റ ക്ലാസ്സിൽ നിൽക്കുമെന്ന് അറിയില്ല. ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് സെലക്ട് ചെയ്ത് നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ 2 ക്ലാസ്സോ 3 ക്ലാസ്സോ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതും പഠിച്ചു വെക്കുക. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. ഞാനത് പഠിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം ഒന്ന് അഭിപ്രായം പറയണമെന്ന് പഠിച്ചു. ഓക്കെ, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഈ അഭിപ്രായം കേട്ട് സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അഭിപ്രായം കേട്ട് നല്ല സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, സംഘടിക്കുന്നതിനുള്ള, ഒത്തുചേരാനുള്ള, ആയുധങ്ങളില്ലാതെ, ഒന്ന് മനസ്സിലാക്കി വെക്കണേ, ആയുധങ്ങളില്ലാതെ ഒത്തുചേരുന്നതിനുള്ള സ്വാതന്ത്ര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് പഠിച്ചു, സംഘടന രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ യാത്ര ചെയ്യുക, യാത്ര ചെയ്ത് അവിടെ പോയി താമസിക്കുക, താമസിച്ച് ജോലി ചെയ്യുക. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കാര്യം പഠിച്ചിട്ടുണ്ട്. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം നോക്കാം. 2002 86 ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ വിദ്യാഭ്യാസ അവകാശം ഒരു മൗലിക അവകാശമായി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, വിദ്യാഭ്യാസ അവകാശം ഒരു മൗലിക അവകാശമായി മാറിയത് 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി മാറിയത്. 86 ഭേദഗതി 2002 86 ഭേദഗതി. ഈ 86 ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമായി മാറിയത്. വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമായി മാറി. വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 4-നാണ്. 2009 ഓഗസ്റ്റ് 4-നാണ്. എപ്പോഴാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത്? 2009 ഓഗസ്റ്റ് 4-നാണ്. ഓഗസ്റ്റ് 4-നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത്. വിദ്യാഭ്യാസ അവകാശ നിയമം അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന പ്രതിഭ പട്ടേൽ 2009 ഓഗസ്റ്റ് 26-ന് അംഗീകാരം നൽകി. പ്രതിഭ പട്ടേലാണ്, പ്രതിഭ പട്ടേൽ. ഓക്കെ, വിദ്യാഭ്യാസ അവകാശ നിയമം അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ആരാണ്? പ്രതിഭ പട്ടേൽ 2009 ഓഗസ്റ്റ് 26-ന് അംഗീകാരം നൽകി. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 21A ആയിട്ടാണ് ഈ മൗലികാവകാശത്തെ കൂട്ടിച്ചേർത്തത്. ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 21A ആണ് വിദ്യാഭ്യാസത്തെ, അല്ലെ, 6 മുതൽ 14 വരെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 21A ആണ്. ഓക്കെ, 6 മുതൽ 14. ഓക്കെ, 6 മുതൽ 14 വയസ്സുവരെ കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഈ അവകാശത്തിലൂടെ ഉറപ്പാക്കുന്നു. അപ്പൊ ഈ ആർട്ടിക്കിൾ പഠിച്ചു വെക്കണം. ഭേദഗതി പഠിച്ചു വെക്കണം. 86 ഭേദഗതി 2002. ഓക്കെ, 2002 86 ഭേദഗതി പ്രകാരം, 86 ഭേദഗതി 2002. പിന്നെ പാർലമെന്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 4-നാണ്. രാഷ്ട്രപതി ആരായിരുന്നു? രാഷ്ട്രപതി ആര് എന്നൊരു ചോദ്യം വരട്ടെ. അതാരാണ്? പ്രതിഭ പട്ടേലാണ്. പ്രതിഭ പട്ടേൽ 2009 ഓഗസ്റ്റ് 26-ന് അംഗീകാരം നൽകി. 2009 ഓഗസ്റ്റ് 26, ഓഗസ്റ്റ് 4-ന് പാർലമെന്റ് പാസ്സാക്കി, ഓഗസ്റ്റ് 26-ന് രാഷ്ട്രപതി ഒപ്പുവെച്ചു. ആർട്ടിക്കിൾ 21A ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഈ അവകാശത്തിലൂടെ ഉറപ്പാക്കുന്നു എന്നതും പഠിച്ചു വെക്കുക. ഓക്കെ, വിദ്യാഭ്യാസ അവകാശം ഒരു മൗലിക അവകാശം ആവുന്നതിന് മുമ്പ് ഭാഗം 4-ൽ അനുച്ഛേദം 45-ലാണ് ഉൾപ്പെട്ടിരുന്നത്. ഓക്കെ, ഭാഗം 4-ലാണ്. അതായത് നിലവിൽ ഭാഗം 3-ലാണ്, അല്ലെ, മൗലിക അവകാശങ്ങളിലാണ് ഭാഗം 3-ലാണ് നിലവിലുള്ളത്. അതിനു മുമ്പ് ഭാഗം 4-ല് ആർട്ടിക്കിൾ 45 ഉണ്ടായിരുന്നു. ഓക്കെ, ഭാഗം 4-ല് ആർട്ടിക്കിൾ 45. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി അവരെ വിദ്യാലയങ്ങളിലേക്ക് അയക്കുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ്. ആയതിനാൽ ഈ വിഷയം മൗലിക കടമകളിലും ഉൾപ്പെടുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് മൗലിക കടമകളിലും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ,
6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി അവരെ വിദ്യാലയങ്ങളിലേക്ക് അയക്കൽ ആരുടെ ചുമതല അല്ലെങ്കിൽ ആരുടെ കടമയാണ്? മാതാപിതാക്കളുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ മൗലിക കടമകളിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ 1 നിലവിൽ വന്നു. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. ഇത് പഠിച്ചു വെക്കണം, ഡേറ്റ് പഠിച്ചു വെക്കണം. വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ് നിലവിൽ വന്നത്? 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ഓക്കെ, ഇത് മൗലിക കടമയിലും ഉൾപ്പെടുന്നുണ്ട്. കടമയിൽ ഉൾപ്പെടുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് തെറ്റാണ്. കടമയിൽ ഉൾപ്പെടുന്നുണ്ട്. മൗലിക കടമയിലും. മൗലിക കടമ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് മാതാപിതാക്കളുടെ കടമയാണ് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റി ആലോചിക്കുക. അപ്പൊ അത് കടമകളിലും മൗലിക കടമകളിലും അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നു. അതിനു മുമ്പ് മൗലിക അവകാശങ്ങളിൽ വരുന്നതിന് മുമ്പ് ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് അല്ലേ? മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ഏതുണ്ടായിരുന്നത്? ഇത് ആദ്യം ഉണ്ടായിരുന്നത് അനുച്ഛേദം 45 കേട്ടോ. അനുച്ഛേദം 45 നിർദ്ദേശക തത്വങ്ങളിലാണ് മുമ്പ് ഉണ്ടായിരുന്നത്. നിലവിൽ മൗലികാവകാശമാണ്. മൗലികാവകാശം ഭാഗം 3. പിന്നെ ഇപ്പൊ കിടക്കുന്നത് അതായത് അത് മൗലിക കടമകളിലും ഉൾപ്പെടുന്നു. എങ്ങനെ ഉൾപ്പെടുന്നുള്ളതും ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് വരും. പിന്നെ ആർട്ടിക്കിൾ 21A ആയിട്ടാണ് ഈ മൗലികാവകാശത്തെ കൂട്ടിച്ചേർത്തത്. വിദ്യാഭ്യാസ അവകാശത്തിലൂടെ ഉറപ്പാക്കുന്നു. ബാക്കിയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഈ ആർട്ടിക്കിൾ പഠിച്ചു വെക്കണം. ആർട്ടിക്കിൾ 21A. പിന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 4 2009 ഓഗസ്റ്റ് 4 ഓഗസ്റ്റ് 26 രാഷ്ട്രപതിയുടെ അംഗീകാരം നൽകിയത്. അതായത് രാഷ്ട്രപതി ആരായിരുന്നു ചോദ്യം വരും. പ്രതിഭ പട്ടേലാണ് കേട്ടോ. പ്രതിഭ പട്ടേൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞു വെക്കുക. 2002 86 ഭരണഘടനാ ഭേദഗതി. അപ്പൊ 86 ഭേദഗതി ഏത് വർഷം എന്ന് ചോദ്യം വരും. 2002 86 ഭേദഗതി. 86 ഭേദഗതി 2002 കേട്ടോ. 2002 86 ഭേദഗതി. ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ വിദ്യാഭ്യാസ അവകാശം ഒരു മൗലികാവകാശമായി. ഓക്കെ ആണല്ലോ. അപ്പൊ വിദ്യാഭ്യാസം റെഡിയായി. ഇത് ക്ലിയർ അല്ലേ? വിദ്യാഭ്യാസ അവകാശ നിയമം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രോഗങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് പദങ്ങൾ നോക്കണം. പാത്തോളജി. ഓക്കെ, പാത്തോളജി എന്താണ്? രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ്? പാത്തോളജിയാണ്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജി. നോസോളജി എന്താണ്? രോഗങ്ങളുടെ വർഗീകരണത്തെ കുറിച്ചുള്ള പഠനം. രോഗങ്ങളുടെ വർഗീകരണങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ്? നോസോളജി. അപ്പൊ രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജി, രോഗങ്ങളുടെ വർഗീകരണത്തെ കുറിച്ചുള്ള പഠനം നോസോളജി. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജി, രോഗങ്ങളുടെ വർഗീകരണത്തെ കുറിച്ചുള്ള പഠനം നോസോളജി. രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. പിന്നെ രോഗങ്ങളുടെ വർഗീകരണത്തെ കുറിച്ചുള്ള പഠനമാണ് നോസോളജി. ഓക്കെ, പിന്നെ എറ്റിയോളജി എന്താണ്? രോഗകാരണത്തെ കുറിച്ചുള്ള പഠനം. രോഗകാരണത്തെ കുറിച്ചുള്ള പഠനമാണ് എറ്റിയോളജി. ഓക്കെ, രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജി, രോഗവർഗീകരണങ്ങളെ കുറിച്ചുള്ള പഠനം നോസോളജി, പിന്നെ രോഗകാരണത്തെ കുറിച്ചുള്ള പഠനമാണ് എറ്റിയോളജി. എറ്റിയോളജിയാണ് രോഗകാരണത്തെ കുറിച്ചുള്ള പഠനം. അപ്പൊ രോഗകാരണത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? എറ്റിയോളജി. രോഗങ്ങളുടെ വർഗീകരണത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? നോസോളജി. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം ഇമ്പോർട്ടന്റ് ആണ്, അത് പാത്തോളജി. ഓക്കെ, രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. പിന്നെ എപ്പിഡമിയോളജി എന്താണ്? ഒരു രോഗം പ്രത്യക്ഷപ്പെടാനുള്ള കാരണങ്ങളെ കുറിച്ചുള്ള പഠനം. ഒരു രോഗം പ്രത്യക്ഷപ്പെടാനുള്ള കാരണങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എപ്പിഡമിയോളജി. ഒരു രോഗം പ്രത്യക്ഷപ്പെടാനുള്ള കാരണങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എപ്പിഡമിയോളജി. എറ്റിയോളജി എന്താണ്? രോഗകാരണത്തെ കുറിച്ചുള്ള പഠനം. എറ്റിയോളജി. പിന്നെ നോസോളജി എന്താണ്? രോഗവർഗീകരണങ്ങളെ കുറിച്ചുള്ള പഠനം. രോഗങ്ങളുടെ വർഗീകരണങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നോസോളജി. പിന്നെ പാത്തോളജിയാണ് രോഗങ്ങളെ കുറിച്ചുള്ള പഠനം. അപ്പൊ എപ്പിഡമിയോളജി എന്താണ്? ഒരു രോഗം പ്രത്യക്ഷപ്പെടാനുള്ള കാരണങ്ങളെ കുറിച്ചുള്ള പഠനം. രോഗകാരണത്തെ കുറിച്ചുള്ള പഠനം എന്താണെന്ന് ചോദിച്ചാൽ എറ്റിയോളജിയാണ്. പിന്നെ നോസോളജിയാണ് രോഗങ്ങളുടെ വർഗീകരണത്തെ കുറിച്ചുള്ള പഠനം. രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. അപ്പൊ എന്താണ് രോഗങ്ങളെ കുറിച്ചുള്ള പഠനം? പാത്തോളജി. രോഗങ്ങളുടെ വർഗീകരണത്തെ കുറിച്ചുള്ള പഠനം നോസോളജി.
നോസോളജി. എന്താണ് എറ്റിയോളജി? രോഗകാരണം, രോഗങ്ങളുടെ രോഗകാരണത്തെക്കുറിച്ചുള്ള പഠനം. ഒരു രോഗം പ്രത്യക്ഷപ്പെടാനുള്ള കാരണങ്ങളെ കുറിച്ചുള്ള പഠനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? എപ്പിഡെമിയോളജി. എപ്പിഡെമിയോളജി. അടുത്തത് വെക്ടർ, ഒരാളിൽ നിന്നും രോഗം അടുത്തയാളിലേക്ക് പകർത്തുന്ന ഏജന്റ്. ഇത് രോഗാണു അല്ല കേട്ടോ, വെക്ടർ. ഓക്കെ, വെക്ടർ ആണ്. ഒരാളിൽ നിന്നും രോഗം അടുത്തയാളിലേക്ക് പകർത്തുന്ന ഏജന്റ് ആണ് വെക്ടർ. ഓക്കെ, പിന്നെ ഇൻക്യുബേഷൻ പീരീഡ്. ഓക്കെ, ഇതൊക്കെ പഠനങ്ങളാണ്. ഇതുവരെ ക്ലിയർ അല്ലേ? രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജി, രോഗങ്ങളുടെ വർഗീകരണങ്ങളെ കുറിച്ചുള്ള പഠനം നോസോളജി, പിന്നെ രോഗകാരണത്തെ കുറിച്ചുള്ള പഠനം എറ്റിയോളജി, പിന്നെ ഒരു രോഗം പ്രത്യക്ഷപ്പെടാനുള്ള കാരണങ്ങളെ കുറിച്ചുള്ള പഠനം എപ്പിഡെമിയോളജി. ഇത്രയും കാര്യങ്ങൾ ഈ നാളിനെ പഠിച്ചിട്ടുള്ളൂ. ഈ നാളിനെ ക്ലിയർ അല്ലേ? പിന്നെ ബാക്കി പേരുകളാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, മെഡിക്കൽ ടേംസ് കുറച്ച് പഠിക്കാണ്ട്. വെക്ടർ, ഒരാളിൽ നിന്നും രോഗം അടുത്തയാളിലേക്ക് പകർത്തുന്ന ഏജന്റ്. ഒരാൾക്കൊരു രോഗമുണ്ട്, എനിക്കൊരു രോഗമുണ്ട്, ഒരു കൊതുക് വന്നിട്ട് എൻ്റെ ഈ രോഗം കൊടുത്തിട്ട് വേറൊരാൾക്ക് കൊണ്ടുപോയി കൊടുക്കുക. കൊതുകിനെ കണക്ട് ചെയ്താൽ മതി, അങ്ങനെ വേറെ ആരെങ്കിലും കണക്ട് ചെയ്തോ, അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന ആളാണ് വെക്ടർ. ഓക്കെ, പിന്നെ ഇൻക്യുബേഷൻ പീരീഡ്, രോഗാണു ഉള്ളിൽ കടന്ന ശേഷം രോഗലക്ഷണം പ്രത്യക്ഷപ്പെടുന്നത് വരെയുള്ള സമയം. നമ്മുടെ NSERT-ലൊക്കെ കൊടുത്തിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ ഇൻക്യുബേഷൻ പീരീഡ്. അപ്പൊ എന്താണ് ഇൻക്യുബേഷൻ പീരീഡ്? രോഗാണു ഉള്ളിൽ കടന്ന ശേഷം രോഗലക്ഷണം അതായത് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള ഒരു സമയമല്ലേ. രോഗാണു ഉള്ളിൽ കയറി, രോഗലക്ഷണം കാണാൻ തുടങ്ങിയിട്ടില്ല. ഓക്കെ, രോഗലക്ഷണം കണ്ട് രോഗാണു ഉള്ളിൽ കയറിയിട്ട് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള ആ സമയമാണ് ഇൻക്യുബേഷൻ പീരീഡ്. രോഗാണു ഉള്ളിൽ കയറി രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള സമയമാണ് ഇൻക്യുബേഷൻ പീരീഡ്. എന്താണ് ഇൻക്യുബേഷൻ പീരീഡ്? പിന്നെ കാരിയർ എന്താണ്? രോഗവാഹകൻ എന്നാൽ രോഗലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കില്ല, രോഗത്തെ പകർത്താനുള്ള കഴിവുണ്ടായിരിക്കും. ഓക്കെ, രോഗത്തെ പകർത്താനുള്ള കഴിവ് അതിനുണ്ട്, രോഗലക്ഷണങ്ങളൊന്നും പുറത്തേക്ക് കാണിക്കില്ല. അതാണ് കാരിയർ അഥവാ രോഗവാഹകൻ. എന്നാൽ രോഗലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കില്ല, രോഗത്തെ പകർത്താനുള്ള കഴിവുണ്ടായിരിക്കും. പിന്നെ എപ്പിഡമിക്, ഒരു രോഗം അതിവേഗം വ്യാപിക്കാനും അതേപോലെ അപ്രത്യക്ഷമാകാനുമുള്ള സാഹചര്യം. ഓക്കെ, ഒരു രോഗം അതിവേഗം വ്യാപിക്കുന്നതാണ് എപ്പിഡമിക്. ഓക്കെ, എപ്പിഡമിക് അതിവേഗം രോഗം അതിവേഗം വ്യാപിക്കുക. ഒരു രോഗം അതിവേഗം വ്യാപിക്കാനും അതേപോലെ അപ്രത്യക്ഷമാകാനുമുള്ള സാഹചര്യമാണ് എപ്പിഡമിക്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് വെക്ടർ? ഒരാളിൽ നിന്നും രോഗം അടുത്തയാളിലേക്ക് പകർത്തുന്ന ഏജന്റ് ആണ് വെക്ടർ. ഇൻക്യുബേഷൻ പീരീഡ്, രോഗാണു ഉള്ളിൽ കടന്ന ശേഷം രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള സമയത്തിനാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ കാരിയർ, രോഗവാഹകൻ എന്നാൽ രോഗലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കില്ല, രോഗത്തെ പകർത്താനുള്ള കഴിവ് ഉണ്ട് താനും. ഓക്കെ, പിന്നെ എപ്പിഡമിക്, ഒരു രോഗം അതിവേഗം വ്യാപിക്കുന്ന ഒരു രോഗമാണ് എപ്പിഡമിക്, അതേപോലെ അപ്രത്യക്ഷമാകാനുമുള്ള സാഹചര്യം. അടുത്തത് പാൻഡമിക്. ഈ എപ്പിഡമിക്, പാൻഡമിക് ഇതൊക്കെ NSERT-ലുണ്ട് കേട്ടോ. പാൻഡമിക്, രോഗമോ സാഹചര്യമോ എല്ലാ വൻകരകളിലേക്കും പകരുന്നത്. ഓക്കെ, രോഗമോ അല്ലെങ്കിൽ രോഗ സാഹചര്യമോ എല്ലാ വൻകരകളിലേക്കും പകരുന്നതാണ് പാൻഡമിക്. പിന്നെ എൻഡമിക്, ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക ആൾക്കാരിൽ മാത്രം രോഗം നിലനിൽക്കുന്ന അവസ്ഥയാണ് എൻഡമിക്. ഓക്കെ, എൻഡമിക്. അപ്പൊ പാൻഡമിക് എന്താണ്? രോഗമോ സാഹചര്യമോ എല്ലാ വൻകരകളിലേക്കും പകരുന്നതാണ് പാൻഡമിക്. എൻഡമിക് എന്താണ്? ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക ആൾക്കാരിൽ മാത്രം രോഗം നിലനിൽക്കുന്ന അവസ്ഥയാണ് എൻഡമിക്. ഒരു വട്ടം കൂടെ, പാൻഡമിക് എന്ന് പറഞ്ഞാൽ മറ്റു വൻകരകളിലേക്ക്, അതായത് എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്നത്, മറ്റു രാജ്യങ്ങളിലേക്കും എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്ത് വെച്ചോ, എല്ലാ വൻകരകളിലേക്കും പകരുന്നതാണ് പാൻഡമിക്. എൻഡമിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം, എല്ലാ സ്ഥലത്തേക്കും അങ്ങനെ പകരൊന്നുമില്ല, പക്ഷെ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം എല്ലാ കാലത്തും അത് ഉണ്ടാവും ചെയ്യും. ഓക്കെ, അതിനൊരു എൻഡ് ഇല്ല എന്ന് ആലോചിച്ചാൽ മതി. നോ എൻഡ്, എൻഡമിക്, എൻഡ് ഇല്ല. ഓക്കെ, അതായത് ഒരു അവസാനമല്ല, അത് എല്ലാ കാലത്തും ആ ഒരു പ്രദേശത്ത് എല്ലാ കാലത്തും അത് ഉണ്ട്, ആ ഒരു സ്ഥലത്ത് എല്ലാ കാലത്തും ആ രോഗം ഉണ്ട് എന്നുള്ളത് ആലോചിക്കുക. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നോക്കാം. വെക്ടർ, ഒരാളിൽ നിന്നും രോഗം അടുത്തയാളിലേക്ക് പകർത്തുന്ന ഏജന്റിനെ നമ്മൾ എന്തെന്ന് പറയും? വെക്ടർ എന്ന് പറയും. ഓക്കെ, പിന്നെ ഇൻക്യുബേഷൻ പീരീഡ്, രോഗാണു ഉള്ളിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്, നമ്മൾ കുരയ്ക്ക് തുമ്മ എന്തെങ്കിലും ഇത് കണ്ടു തുടങ്ങുന്നത് വരെയുള്ള ഈ സമയമാണ് ഇൻക്യുബേഷൻ പീരീഡ്. കാരണം ഒരു പ്രശ്നമില്ലാതെ ഇരിക്കുന്ന ആ സമയം, രോഗാണു ഉള്ളിൽ ഉണ്ട് താനും ഒരു പ്രശ്നവും കാണിക്കുന്നില്ല, അതെന്താണ്? ഇൻക്യുബേഷൻ പീരീഡ് ആണ്. പിന്നെ കാരിയർ, രോഗവാഹകൻ എന്നാൽ രോഗലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കില്ല, ഇയാൾക്ക് രോഗം ഉണ്ടെന്നൊന്നും തോന്നില്ല, പക്ഷേ
രോഗത്തെ പകർത്താനുള്ള കഴിവ് ഉണ്ട് താനും. ഓക്കെ, പിന്നെ എപ്പിഡമിക് ഒരു രോഗം അതിവേഗം അതിവേഗം അടുത്ത ആളിലേക്ക് എത്തുന്നത് അല്ലെ, അതിവേഗം വ്യാപിക്കുന്നതാണ് എപ്പിഡമിക് എന്ന രോഗം. ഓക്കെ, എപ്പിഡമിക് പറഞ്ഞാൽ ഒരു രോഗം അതിവേഗം വ്യാപിക്കുന്നത്. അപ്പൊ ഈ എപ്പിഡമിക്കിനെ എപ്പിസോഡ് കൊണ്ട് ആലോചിച്ചാൽ മതി. ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ അതിവേഗം നമുക്ക് അടുത്ത എപ്പിസോഡ് കിട്ടണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് പകരുക. പിന്നെ അടുത്തത് പാൻഡമിക്, അതായത് എല്ലാ രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ എല്ലാ വൻകരകളിലേക്കും വ്യാപിക്കുന്നത്. ഓക്കെ, രോഗമോ സാഹചര്യമോ എല്ലാ വൻകരകളിലേക്കും പകരുന്നതിനെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. പാൻഡമിക്. അപ്പൊ ഈ നമ്മുടെ കൊറോണ COVID-19 എന്താവും? COVID-19 ഒരു പാൻഡമിക് ആണ്. പിന്നെ എൻഡമിക്, ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക ആൾക്കാരിൽ മാത്രം രോഗം നിലനിൽക്കുന്ന ഒരവസ്ഥ. ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ആ സാധനം എപ്പോഴും ഉണ്ട്. എന്നാൽ അത് എൻഡ് ഇല്ല. അതിനെന്ന് ആലോചിച്ചാൽ എൻഡമിക് എന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ആവും. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നന്നായി തന്നെ പഠിച്ചു പോവുക, നന്നായി തന്നെ റിവിഷൻ ചെയ്തു പോവുക. പിന്നെ എക്സാം അടുക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. പലരും എക്സാം അടുക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേയിൽ പോവുക. എല്ലാ ദിവസവും ഇത്ര സമയം എന്തായാലും പഠിക്കുന്നത് പോലെ പോവുക. അതിനർത്ഥം ഒരു ദിവസം പഠിക്കാൻ സമയം കുറച്ചേ കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ദിവസം 3 മണിക്കൂർ പഠിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം 5 മിനിറ്റാണ് കിട്ടുന്നതെങ്കിൽ ഇന്ന് ഇനിയിപ്പോൾ പഠിക്കണ്ട, ഈ 5 മിനിറ്റ് പഠിച്ചിട്ട് എന്താവാനെന്ന് പറഞ്ഞിട്ട് വിട്ട് കളയരുത്. എല്ലാ ദിവസവും എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എന്തിനിത് തുടങ്ങി എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വേണം. എന്തിനാണ് PSC എഴുതി ഒരു ജോലി വാങ്ങണം, അങ്ങനെ ആഗ്രഹിക്കാൻ ഒരു കാരണം ഉണ്ടാവും. ആ കാരണത്തിനെ പറ്റി എപ്പോഴും വേണം, അതായത് എപ്പോഴും മനസ്സിൽ വേണം. ഓക്കെ, ഈ മടി തോന്നുമ്പോഴും അല്ലെങ്കിൽ ഇന്നിപ്പോൾ പഠിക്കണ്ട ഇങ്ങനെയൊക്കെ തോന്നുമ്പോഴൊക്കെ ആലോചിക്കുക, ഇപ്പോൾ ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടാലേ എനിക്ക് നല്ലൊരു പ്രോപ്പർ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം നല്ല രീതിയിൽ ഞാൻ കഷ്ടപ്പെടണം. അതിന് ഞാൻ ഇന്നും കഷ്ടപ്പെടണം. നാളെയല്ല, ഇന്നും ഇന്നലെയും എല്ലാം. ഇപ്പോൾ കയ്യിൽ കിട്ടുന്ന ഈ ടൈമൊക്കെ കഷ്ടപ്പെടണം. അവസാന ഒരു സമയം വരും, ഒരു 2-3 ദിവസം മുമ്പ് തോന്നും, പക്ഷേ അന്നേ പഠിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കുറേ മുമ്പ് തുടങ്ങി കുറേ തീർന്നിട്ടുണ്ടാവും, പിന്നെ എനിക്ക് റിവിഷൻ ചെയ്യാൻ ഒരുപാട് സമയം കിട്ടും, അങ്ങനെയൊക്കെ അപ്പം തോന്നും. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു പോവുക. ആ സമയത്ത് മനസ്സിലൊന്നും തോന്നരുത്, അതായത് ഒരു ഫീൽ ഉണ്ടാവരുത്, അതായത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു ഫീൽ ഉണ്ടാവരുത്. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി എനിക്ക് കിട്ടാനുള്ളത് കിട്ടും. അങ്ങനെ നിങ്ങൾ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ തന്നെ പോയി എക്സാം എഴുതുക. അപ്പം നല്ല രീതിയിൽ എങ്ങനെയൊക്കെ പഠിക്കണം എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ കയ്യിലാണ് ഉണ്ടാവുക. അതായത് ഞാൻ ഏത് രീതിയിൽ പഠിച്ചാൽ എനിക്ക് കിട്ടുന്നത് എനിക്കാണ് മനസ്സിലാവുക. ഓക്കെ, എനിക്ക് എന്തൊക്കെ ഭാഗങ്ങൾ ഫോൾട്ട് ഉണ്ടെന്ന് എനിക്കാണ് അറിയുക. അപ്പോൾ നിങ്ങളുടെ ഫോൾട്ടുകളൊക്കെ മനസ്സിലാക്കി ഏതൊക്കെ ഭാഗങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം എല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. വെയിറ്റ് ആക്കരുത്. അതായത് ഇനിയിപ്പോൾ പഠിക്കണ്ട, നാളെ പഠിക്കുക, ഈ രീതിയിലുള്ള മൈൻഡ് വേണ്ട. എല്ലാ ദിവസവും എന്തായാലും പഠിക്കണം. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോവുക. എല്ലാ ദിവസവും പഠിക്കുക. കുറച്ച് സമയമാണെങ്കിൽ കുറച്ച് സമയം നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ലൊരു റാങ്ക് വാങ്ങി അപ്പോയിൻമെന്റ് ലെറ്ററൊക്കെ കൈ കിട്ടി വീട്ടുകാരുടെയൊക്കെ സന്തോഷമൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുന്നതോ നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങൾ സന്തോഷിപ്പിക്കുന്നതായ ഒരു ദിവസം, ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ദിവസത്തിന് വേണ്ടി വർക്ക് ചെയ്യുക. വെയിറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനു വേണ്ടി വർക്ക് ചെയ്യുക. അത് ഇപ്പോൾ ജസ്റ്റ് ഒരു ഡ്രീമാണ്, അതിനെ ശരിയാക്കി എടുക്കാതെ അത് സംഭവിക്കണം. ഓക്കെ, അത് നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇത് സംഭവിക്കാൻ, അതായത് അതിനെ സംഭവിപ്പിക്കാൻ അത് നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു വിശ്വാസം കൊടുത്ത്, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടാവണം. ആ നല്ല വിശ്വാസത്തോടു കൂടെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒരിക്കൽ കൂടെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.